നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ സാന്റോസ് വീണ്ടും ജയിച്ചില്ല. ഗോൾ രഹിത സമനില. കോപ്പ ഡോ ബ്രസീൽ കോരിറ്റിബയ്ക്കെതിരെയാണ് ഗോൾ രഹിത സമനില. തീർച്ചയായിട്ടും നിരാശയുണ്ട് നെയ്മർ ആരാധകർക്ക്. അദ്ദേഹം നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. നെയ്മറുടെ പ്രകടനം എങ്ങനെയാണ് അതാണല്ലോ അറിയേണ്ടത്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ആഞ്ചലോട്ടി ഉൾപ്പെടുത്തുമ്പോൾ ഇത് സ്ഥിരമായിട്ട് നെയ്മർ സ്റ്റാർട്ട് ചെയ്യുന്നു. അടുത്ത 2 മത്സരങ്ങൾ അദ്ദേഹം കളിക്കില്ല. ഒരു മാച്ച് അദ്ദേഹത്തിന് മിസ്സാവും. അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുക്കും. ഈ രൂപത്തിലാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ട് 4 കളികൾ സ്റ്റാർട്ട് ചെയ്തു. കുറേ മിനിറ്റുകൾ കളിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു വിശ്രമം കൊടുക്കുന്നു. ശരിയായിട്ടുള്ള നീക്കം തന്നെയാണ് എന്ന് വേണം കരുതാൻ. ഏതായാലും ഈ കളിയിൽ നെയ്മർ ജൂനിയർ അതിമനോഹരമായിട്ട് തന്നെ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ താരങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫെയിൻറ്റ് ചെയ്ത് നട്ട്മഗൊക്കെ ചെയ്ത് നീങ്ങുന്ന നീക്കങ്ങൾ, മനോഹരമായിട്ട് ബോളുമായിട്ട് കയറി പോകുന്നത്, അതുപോലെ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത്, ഇങ്ങനെയൊക്കെയുള്ള നല്ല മുഹൂർത്തങ്ങളുണ്ടായിരുന്നു. അവസാനം നെയ്മർ ജൂനിയർ ഫ്രീ കിക്ക് ഗോളായിരുന്നെങ്കിൽ ആരാധകർ ആവേശത്തിൻ്റെ പരകോടിയിൽ പോയേനെ. പക്ഷേ ആ ഫ്രീ കിക്ക് പോസ്റ്റിലടിച്ച് മടങ്ങുകയാണ് ചെയ്തത്. ടീമിനെ വിജയിപ്പിക്കാനുള്ളൊരു അവസരം അൺഫോർച്ചുനേറ്റ്ലി നെയ്മർ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. പക്ഷേ പോസ്റ്റിലടിച്ച് ബോൾ മടങ്ങിപ്പോന്നു. നെയ്മറുടെ പ്രകടനം മോശമല്ലാത്തത് തന്നെയായിരുന്നു. ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു. 3 കീ പാസുകൾ ഉണ്ടായിരുന്നു. 6 ഷോട്ടുകൾ തീർത്തു. 14 ഡ്യുവൽസിൽ 8 എണ്ണം വിൻ ചെയ്തു. അദ്ദേഹമാണ് കളിയിൽ ഏറ്റവും അധികം ഡ്യുവൽസ് വിൻ ചെയ്തത്. 7 തവണ എതിരാളികൾ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു. അത് പിന്നെ ഉറപ്പാണല്ലോ, ഏറ്റവും അധികം കളിയിൽ ഫൗൾ ചെയ്യപ്പെടുന്നത് നെയ്മർ ജൂനിയർ ആയിരിക്കും. മോശമല്ലാത്ത പ്രകടനം തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഇതൊക്കെ മതിയാവുമോ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം പിടിക്കാൻ എന്നുള്ളതാണ്. മെയ് 18 ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുക. അതിനു മുമ്പ് ഇനിയും നെയ്മർക്ക് മത്സരങ്ങളുണ്ട്. ഇപ്പോൾ എസ്റ്റവായോ പരിക്കിൻ്റെ പിടിയിൽ ആശങ്കയിൽ നിൽക്കവേ നെയ്മർ ജൂനിയറെ തീർച്ചയായിട്ടും പരിഗണിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മാജിക്കൽ പെർഫോമൻസ് ഏത് നിമിഷവും നടത്താൻ കെൽപ്പുള്ള താരങ്ങളുണ്ടെങ്കിലേ വേൾഡ് കപ്പിൽ ഒരു എക്സ് ഫാക്ടർ എന്ന രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.